പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പനേരത്തെ നമ്മുടെ ചിന്തയ്ക്കായി 18-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാം വാക്യം. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. ഹല്ലേലൂയ. യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നതാണ്. യഹോവയുടെ കരം നമ്മെ കൈപിടിച്ചുയർത്തുന്ന കരമാണ്. യഹോവയുടെ കരം നമ്മെ താങ്ങുന്നതാണ്. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, യഹോവ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്നും ശത്രുവിൻ്റെ കയ്യിൽ നിന്നും തന്നെ പകച്ചവരുടെ കയ്യിൽ നിന്നും വിടുവിപ്പാൻ ശക്തിയുള്ള കരമായിരുന്നു ദൈവത്തിൻ്റെ കരം. ആ കരത്തിലായിരുന്നു അവൻ്റെ ആശ്രയം. ഹല്ലേലൂയ. പലപ്പോഴും ദൈവഭക്തന്മാരായിരുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോത്തിനെയും കുടുംബത്തെയും സോദോമിൽ നിന്നും അവർ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് അവരെ രക്ഷിച്ച ദൈവത്തിൻ്റെ കരം എത്ര ശ്രേഷ്ഠമായതാണ്. ഹല്ലേലൂയ. ലോത്ത് പറയുന്നുണ്ട്, എനിക്ക് ബഹുദൂരം ഓടാൻ കഴിയുകയില്ല, പക്ഷെ ദൈവം അവൻ്റെ കൈ പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് അവർക്ക് ജീവരക്ഷ നൽകി. ഹല്ലേലൂയ. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, കടലിൻ്റെ നടുവിൽ ഓളങ്ങളും തിരമാലകളും കണ്ട് പേടിച്ച് കടലിൽ മുങ്ങിത്താഴേണ്ട എന്നെ യേശു കർത്താവ് തൻ്റെ കരം എൻ്റെ നേരെ നീട്ടി പെരുവെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ. നെഹമ്യാവിന് പറയാനുള്ളത്, എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കരം എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് ആർത്തശ്രേഷ്ഠ രാജാവിനോട് അവൻ എന്ത് ചോദിച്ചുവോ അത് രാജാവ് അവന് നൽകുവാനിടയായി. പ്രിയരെ, ആ ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. യെശയ്യാവിൽ പറയുന്നത് പോലെ രക്ഷിപ്പാൻ കഴിയാതവണ്ണം ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല. നിന്നെ ഉയർത്തുന്ന, നിന്നെ ശക്തിപ്പെടുത്തുന്ന, നിന്നെ താങ്ങുന്ന ദൈവത്തിൻ്റെ കരം ഇന്നും നിനക്കായുണ്ട്. ചില സാഹചര്യങ്ങളെയും അവസ്ഥകളെയും നോക്കി നിരാശപ്പെടേണ്ട കാര്യമില്ല. നിന്നെ മാനിക്കുന്ന, നിനക്ക് വേണ്ടി സകലവും നിർവഹിക്കാൻ കഴിയുന്ന ദൈവിക കരം നിന്നോട് കൂടെയുണ്ട്. എത്ര ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മുടെ പ്രാർത്ഥന ആ യബ്ബസിനെ പോലെ ആകട്ടെ, ദൈവമേ നിന്റെ കരം എപ്പോഴും എന്നോട് കൂടെ ഇരിക്കണമേ. ദൈവിക കരം നിന്നെ പിടിച്ചിരിക്കുന്ന കാലത്തോളം ശത്രു നിന്നെ തൊടുകയില്ല. പെരുവെള്ളത്തിന്റെ അവസ്ഥ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, അഗ്നിജാല സമമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും, ഹല്ലേലൂയ, ആരും സഹായിപ്പാനില്ലെന്ന് വന്നാലും നിനക്കൊരു ഉറപ്പുണ്ടാകണം, എന്നെ കർത്താവ് കൈക്ക് പിടിച്ചിട്ടുണ്ട്. 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് പറയുകയാണ്, ദൈവമേ നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, അങ്ങയുടെ ആലോചനയാൽ ഹല്ലേലൂയ ഞാൻ നയിക്കപ്പെടുന്നു. അത് അവൻ്റെ ഉറപ്പായിരുന്നു. പ്രിയരെ, ആ ഉറപ്പ് നമുക്കും ഉണ്ടാകട്ടെ. ദൈവം എൻ്റെ വലം കൈ പിടിച്ചിട്ടുണ്ടോ? ഉയർത്തുന്ന, മാനിക്കുന്ന, രക്ഷിക്കുന്ന, ബലപ്പെടുത്തുന്ന ദൈവിക കരം എന്നോട് കൂടെയുണ്ട്. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ, താഴ്ചയെ നമ്മെ കൈപിടിച്ച് ഉയർത്തിയ, ഭയപ്പെടേണ്ട എന്ന് നമ്മുടെ കാതുകളിൽ മന്ത്രിച്ച ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആ ദൈവിക കരത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ആ കരം ഇന്നും നമുക്കായി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ദൈവം ധാരാളമായി നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.